ഹായ് എസ് എൽ ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള ആ ഒരു പേഴ്സൺ, അതായത് നിങ്ങളുടെ പങ്കാളിയിൽ ഞാൻ ഈ പറയുന്ന ക്വാളിറ്റീസ് ഉണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് ഉറപ്പുവരുത്തുക. ഈ പറയുന്ന ക്വാളിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാർ അല്ലെങ്കിൽ ഭാഗ്യവതികളാണ്. അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ അത്ര നല്ല രീതിയിൽ ചിലപ്പോൾ റിലേഷൻഷിപ്പ് പോകണമെന്നില്ല. അപ്പോൾ നോക്കേണ്ടത് ഈ പറയുന്ന ക്വാളിറ്റീസ് എല്ലാം തന്നെ നിങ്ങളുടെ പാർട്ട്ണറിൽ ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ക്വാളിറ്റീസ് എന്നുള്ളത്. നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് അവർ നിങ്ങളെ വിലമതിക്കുന്ന ആളുകളായിരിക്കും എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള വാല്യൂ തരുന്ന ആളുകളായിരിക്കും, നിങ്ങളെ റെസ്പെക്ട് ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ ഇതൊക്കെ എല്ലാവരിലും കാണാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല, ചിലർക്ക് ഈ പറയുന്ന ക്വാളിറ്റീസ് ഉണ്ടായിരിക്കണം എന്നില്ല. പക്ഷേ ചിലർ നേരെ ഓപ്പോസിറ്റ് ആണ്. അതായത് അവരുടെ പാർട്ട്ണറെ അവർ വളരെയധികം റെസ്പെക്ട് ചെയ്യും, അതേപോലെ അവർക്ക് വാല്യൂ നൽകും. അവർ പറയുന്ന കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ അവർ ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം തന്നെ അതിൻ്റെതായ വാല്യൂ നൽകുന്ന ആളുകളായിരിക്കും എന്നുള്ളതാണ്. സോ ഇത്തരത്തിൽ നിങ്ങളെ റെസ്പെക്ട് ചെയ്യുന്ന, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള വാല്യൂ നൽകുന്ന ഒരു പേഴ്സൺ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യാതൊരു പേടിയും വേണ്ട. ആ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം നൽകുന്ന അല്ലെങ്കിൽ ദീർഘകാലം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ബന്ധം തന്നെയായിരിക്കും. രണ്ടാമത്തെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് എന്ത് ചെയ്തിട്ടാണെങ്കിലും നിങ്ങളെ സന്തോഷിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കും. അതായത് ഞാൻ ഇപ്പോൾ ഇങ്ങനൊരു കാര്യം ചെയ്യുന്നത് കൊണ്ട് ഇവർക്ക് സന്തോഷമാണ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ എനിക്ക് പ്രശ്നമില്ല, ഞാൻ ചെയ്യാം. എത്ര വലിയ റിസ്ക് ആണെങ്കിലും എനിക്ക് കുഴപ്പമില്ല, ഇവരുടെ സന്തോഷമാണ് എനിക്ക് പ്രാധാന്യമായിട്ടുള്ളത് എന്ന് വിചാരിക്കുന്ന ആളുകളായിരിക്കും എന്നുള്ളതാണ്. ചിലപ്പോൾ അവർക്ക് അതിൽ വലിയ നേട്ടങ്ങളൊന്നും കിട്ടുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ചെയ്യാൻ ഒരുപാട് പറഞ്ഞ പോലെ തന്നെ റിസ്ക് എടുക്കേണ്ടതായിട്ട് വരുന്നുണ്ടാവും. ചിലപ്പോൾ ഒരുപാട് പേരുടെ ചീത്ത കൊള്ളേണ്ടതായിട്ട് വരുന്നുണ്ടാവും. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും എന്തൊക്കെ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നാലും ഇവരുടെ സന്തോഷമാണ് എനിക്ക് വേണ്ടത്, അല്ലെങ്കിൽ ഇവർ സന്തോഷിച്ച് കണ്ടാൽ തന്നെ എനിക്ക് എൻ്റെ മനസ്സ് നിറഞ്ഞു എന്ന് വിചാരിക്കുന്ന ആളുകളായിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടി കാണിക്കാത്ത ആളുകളാണെങ്കിൽ അവർക്ക് നിങ്ങളോടുള്ളത് വിലമതിക്കാനാവാത്ത, അതായത് നിങ്ങളോടുള്ളത് അൺകണ്ടീഷണൽ ലവ് ആണെന്നുള്ളത് മനസ്സിലാക്കുക. മാത്രമല്ല ഈ റിലേഷൻഷിപ്പും ഒരുപാട് കാലം മുന്നോട്ട് പോകാൻ സാധ്യത വളരെ കൂടുതലുള്ള ബന്ധം തന്നെ ആയിരിക്കും. ഇനി മൂന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇവർ വിശ്വസിക്കാൻ പറ്റുന്ന ആളുകളാണ്. അതായത് ഇപ്പൊ പറഞ്ഞ വാക്കുകളൊക്കെ അതേപടി പാലിക്കാൻ ശ്രമിക്കുന്നവരാണെന്നുള്ളത്. മാത്രമല്ല നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ പറയണമെങ്കിൽ ഓപ്പൺ ആയിട്ട് ആ കാര്യങ്ങൾ പറയാൻ പറ്റും എന്നുള്ളതാണ്. അവർ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്കും ഒരു വിശ്വാസക്കുറവ് തോന്നില്ല. അതായത് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യും ഇവർ സത്യസന്ധരായിട്ടുള്ള ആളുകളാണ്, അല്ലെങ്കിൽ അവരുടെ സത്യമായിട്ടുള്ള കാര്യങ്ങളാണ് എന്നോട് തുറന്നു പറയുന്നത്. ഇങ്ങനെ ഒരു തോന്നൽ അല്ലെങ്കിൽ ആ ഒരു വിശ്വാസം നിങ്ങളുടെ മനസ്സിൽ ഓട്ടോമാറ്റിക്കലി വരും എന്നുള്ളതാണ്. അവരോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ അവർ ഓരോ കാര്യങ്ങൾ നിങ്ങളോട് പറയുന്ന സമയത്തൊക്കെ ഈ രീതിയിലുള്ള തോന്നൽ, വിശ്വാസം നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്ന ഒരു പേഴ്സൺ ആണ് അവരെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ആ റിലേഷൻഷിപ്പ് എപ്പോഴും സെക്യൂർ ആയിരിക്കും. മാത്രമല്ല ഇതും ഒരു ദീർഘകാലം മുന്നോട്ട് പോകാൻ സാധ്യതയുള്ള റിലേഷൻഷിപ്പ് തന്നെ ആയിരിക്കും. ഇനി നാലാമത്തെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള പേഴ്സണൽ സ്പേസ് തരും എന്നുള്ളതാണ്. റിലേഷൻഷിപ്പിലെ ഈ ഒരു പേഴ്സണൽ സ്പേസിന് അതിൻ്റെതായ സ്ഥാനം നൽകുന്ന ആളായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളുണ്ട്, അത് ചെയ്യാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട് എന്നുള്ളത് കൃത്യമായി ബോധ്യമുള്ള ഒരു പേഴ്സൺ ആയിരിക്കും എന്നുള്ളതാണ്. ഒരിക്കലും നിങ്ങളുടെ കാര്യങ്ങൾ എടുത്തു ചാടി സംസാരിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളെ ഒരു ബൗണ്ടറി വെച്ചിട്ട് ഇതിനപ്പുറത്തേക്ക് നീ പോവരുത് അല്ലെങ്കിൽ നിങ്ങളെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കില്ല. നിങ്ങളുടെ ഇഷ്ടങ്ങൾ എന്താണോ അതിനനുസരിച്ച് നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യട്ടെ എന്ന് വിചാരിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ ചെയ്യുന്ന മിസ്റ്റേക്കുകൾ പറഞ്ഞു തരാൻ മനസ്സ് കാണിക്കുന്ന ഒരു പേഴ്സണും കൂടി ആയിരിക്കും എന്നുള്ളതാണ്. ഇതൊരിക്കലും നിങ്ങളുടെ പേഴ്സണൽ സ്പേസിൽ കയറി ഇടപെടുക എന്നുള്ളതല്ല, പക്ഷേ നിങ്ങൾ യാതൊരു രീതിയിലും ഒരു തെറ്റായ രീതിയിൽ പോകരുത് അല്ലെങ്കിൽ തെറ്റ് നിങ്ങളിൽ നിന്ന് സംഭവിക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നിങ്ങളെ സഞ്ചരിക്കാൻ പ്രേരിപ്പിക്കുന്ന അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ പറഞ്ഞു തരാൻ മനസ്സ് കാണിക്കുന്ന ഒരു സപ്പോർട്ടറും അതേപോലെ ഒരു മോട്ടിവേറ്ററും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ പേഴ്സൺ മാറിയിട്ടുണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഈ പറഞ്ഞ ക്വാളിറ്റീസ് ഒക്കെ ഉള്ള ഒരു പേഴ്സൺ ആണ് അവരെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ 100% വിശ്വസിക്കാം. മാത്രമല്ല അവർ നിങ്ങളുടെ കൂടെ എപ്പോഴും എക്കാലവും ഉണ്ടാവും എന്നുള്ളത് ഈ ഒരു കാര്യത്തിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഒരാളാണ് അവരെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളായിട്ട് അവരെ വിടാതിരിക്കുക. അവർ ഈ കാണിക്കുന്ന സ്നേഹമൊക്കെ തിരിച്ച് കിട്ടണമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടാവും. സോ നിങ്ങളും അങ്ങോട്ട് ദാരിദ്ര്യം കാണിക്കാണ്ട് സ്നേഹമൊക്കെ കൊടുത്തേക്കുക. നമുക്ക് ഒന്നും തിരിച്ച് കിട്ടാതെ കൊടുക്കാൻ പറ്റുന്ന ഒന്നാണോ സ്നേഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർക്ക് അങ്ങനെയല്ല. തിരിച്ച് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും. പക്ഷേ പ്രതീക്ഷിക്കാതെ സ്നേഹിക്കാൻ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് അതേപോലെ കിട്ടുന്നുള്ളതാണ്. അങ്ങോട്ട് കൊടുത്തേച്ചാൽ ഇങ്ങോട്ട് ഉറപ്പായിട്ടും കിട്ടും. സോ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നല്ല രീതിയിൽ പ്രണയിച്ച് സ്നേഹിച്ച് പരസ്പരം മനസ്സിലാക്കി നിങ്ങളുടെ ബന്ധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അതിനെല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.